കൊല്ലം അഞ്ചൽ ഒഴുക്കുപാറയ്ക്കലിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് തീപിടിച്ചു. കാറിലുണ്ടായിരുന്നയാൾ വെന്തു മരിച്ചു. ഒഴുക്കുപാറയ്ക്കൽ സ്വദേശി ലെനീഷ് റോബിൻസ് ആണ് അപകടത്തിൽ വെന്തു മരിച്ചത്. നേരത്തെ മനോജ് സൂചിപ്പിച്ചിരുന്നു, ഈ അപകടത്തിൽ മരിച്ചയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അത് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള അന്വേഷണമാണ് നടക്കേണ്ടത്. ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അതുതന്നെയാണ് പരിശോധിച്ച് വരുന്നത്. ആരാണ് മരിച്ചത് എന്ന് അല്പസമയം മുമ്പാണ് പോലീസിന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒഴുക്കുപാറ സ്വദേശി തന്നെ, ഒഴുക്കുപാറയ്ക്കലിലുള്ള ലെനീഷ് തന്നെയാണ് മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ കാരണം കഴിഞ്ഞ ദിവസം ഈ ലെനീഷ് വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം ഇന്ന് രാവിലെയും വീട്ടിലെത്തിയില്ല എന്നുള്ളൊരു പരാതി ലെനീഷിൻ്റെ വീട്ടിൽ നിന്നും നാട്ടുകാരിലേക്കും അതോടൊപ്പം തന്നെ പോലീസിലേക്കും എത്തിയിരുന്നു. തുടർന്നാണ് പോലീസ് ഈ കാറും അതോടൊപ്പം തന്നെ മരിച്ചയാളെയും തിരിച്ചറിയുന്നത്. എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ച് വരികയാണ്. പ്രാഥമികമായുള്ള നിഗമനം എന്ന് പറയുന്നത് ഈ വാഹനം നിയന്ത്രണം വിട്ട് ഈ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു, തുടർന്ന് തീപിടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു അപകടമായാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്നാലും ഇതിലെ മറ്റ് സാധ്യതകളും പോലീസ് പരിശോധിച്ച് വരികയാണ്. കാരണം ഒഴുക്കുപാറ പോലുള്ള പ്രദേശത്ത് ഇത്തരത്തിലൊരു താഴ്ചയിലേക്ക് ഈ കാറ് മറിയുന്നതും തീപിടിക്കുന്നതും ചിലപ്പോൾ തീ പിടിച്ച ശേഷം കാറ് നിയന്ത്രണം വിട്ട്, അതായത് ഇപ്പോൾ തന്നെ പല അപകടങ്ങളും, അതായത് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഈ വാഹനങ്ങൾ തീപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വാഹനത്തിന് തീപിടിച്ച ശേഷമാണോ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്, അല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ ശേഷം തീപിടിച്ചതാണോ എന്നുള്ളതിനെ പറ്റി പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും രാവിലെ മുതൽ തന്നെ ആരാണ് എന്ന് തിരിച്ചറിയാതെ തന്നെ പോലീസ് ഇത്തരത്തിലുള്ള പരിശോധനകൾക്ക് തുടർന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു മിസ്സിംഗ് കേസ് കൂടെ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ലെനീഷ് സിനിമയ്ക്കാണ് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. അതിനുശേഷം ഈ രാത്രിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നതും രാവിലെയാണ് നാട്ടുകാർ ഇത് കാണുന്നതും. ഈ റബ്ബർ തോട്ടത്തിലേക്കാണ് താഴ്ചയിലേക്ക് മറിഞ്ഞിട്ടുള്ളത്. മറിഞ്ഞ ശേഷം കാറ് പൂർണ്ണമായും കത്തിയ നിലയിലാണ്. അതോടൊപ്പം തന്നെ അതിനകത്തുണ്ടായിരുന്ന ലെനീഷിന്റെ ശരീരം, അതായത് ലെനീഷാണെന്ന് പോലീസ് അല്പസമയം മുമ്പാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്, ഈ ശരീരം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. അത്തരത്തിൽ വെന്തു മരിച്ചത് ആരാണ് എന്നുള്ള പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലൊരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നതും ഈ കാറ് തിരിച്ചറിയുന്നതും ലെനീഷാണെന്ന് പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഇനി ശാസ്ത്രീയമായിട്ടുള്ള മറ്റ് പരിശോധനകൾ കൂടെ വിധേയമാക്കേണ്ടതുണ്ട്. അതിനുവേണ്ട സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ചു വരികയാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, അല്ലെങ്കിൽ അപകടം തന്നെയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ, മറ്റ് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ പോലീസ് ഇങ്ങനെ പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഈ പ്രാഥമികമായിട്ടുള്ള നിഗമനമാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.